ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റീലൊക്കേറ്റഡ് മല്ലു. ഇന്ന് നമുക്ക് ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ടൊരു ഷോപ്പിങ്ങിന് പോവാം. അതെ, ഞാനിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഷോപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. ഓട്ടോയിൽ പോകുന്നതെന്ന് വെച്ചിട്ട് ഞങ്ങൾ വലിയ റിച്ച് ഒന്നുമല്ല ഗൈസ്, ഷെയർ ഓട്ടോയിലാണ് പോകുന്നത്. പിന്നെ പുള്ളി കാണിച്ച ഗേൾ ഫ്രണ്ടിനോട് ഫോണും വിളിച്ചിട്ട് ഞങ്ങളെ അല്ലാണ്ട് വേറെ ആരും കയറ്റിയതുമില്ല. പുള്ളി ആകെ 40 ഉറുപ്പിക്ക് വേണ്ടിയിട്ട് 5-8 കിലോമീറ്റർ പോയി, പാവം മനുഷ്യൻ. അവിടെ എത്തി ഞങ്ങളിതാ എത്തിയപാട് ബാഗിലോട്ട് ചാടി വീണു. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. എനിക്കൊന്ന് വാങ്ങണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കുറേ എടുത്ത് നോക്കി, പിന്നെ ഞാനങ്ങ് വാങ്ങിയില്ല. എനിക്കിപ്പോഴും ആ റിഗ്രറ്റാ. എന്നിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. എന്നാലും നമ്മൾ എല്ലാ സാധനങ്ങളും നോക്കണമല്ലോ. അങ്ങനെ കുറച്ച് അനാവശ്യമായിട്ട് കുറച്ച് നൈറ്റിൻ്റെ സെക്ഷൻ, ഒരാവശ്യമില്ലാതെ ഒരു ചെരുപ്പിൻ്റെ കടയിൽ പോയിട്ട് എല്ലാ ഷൂവിൻ്റെയും വില ചോദിച്ചിട്ട് തിരിച്ചു വന്നു. നല്ല ക്യൂട്ട് ചെരുപ്പുകളുണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ കുറച്ച് ജ്വല്ലറീസൊക്കെ ചുമ്മാ വില ചോദിച്ച് ഇങ്ങനെ നടക്കുവാണ്. എന്തായാലും നമ്മൾ പോണ വഴിക്ക് ഇവർ വിളിക്കുന്നുണ്ട് കേട്ടോ, അത്ര രൂപ ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇങ്ങനെ ഒരു ഗലിയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമുള്ള കളക്ഷൻസ് കാണും. ഇത് വീണ്ടും ബാഗ് ഇത് കണ്ടോ ഗൈസ്, കാശ്മീരി കളക്ഷൻസ് ആണ് ഇയർ റിങ്ങിൻ്റെ. ഇത് ഇപ്പോൾ വന്ന ട്രെൻഡാണ്, ഓൺലൈനിലൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ അവിടേക്കൊക്കെ എത്താൻ കുറച്ച് ടൈം എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു പൂക്കി അങ്കിളാണ്, ഇടയിൽ വെച്ചിട്ട് പുള്ളി ഹായ് കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നതായിരുന്നു ക്യാമറയിൽ. പിന്നെ ഞങ്ങൾ കുറച്ച് ഷോർട്ട് കുർത്തീസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ 1-2 ഷോർട്ട് കുർത്തീസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡെയിലി വെയറിനായിട്ടുള്ള. പിന്നെ ഒട്ടുക്കത്തെ തിരക്കായിരുന്നു. പക്ഷേ സൺഡേ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് തിരക്ക് കമ്മിയാണ്. പിന്നെ കുറച്ച് സ്കേർട്ട് നോക്കി, എന്ത് ക്യൂട്ടായിരുന്നു എന്നറിയോ, പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഫോർമൽ പാൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ പണ്ടത്തെ തലയാട്ടുന്ന പട്ടിക്കുട്ടി. പണ്ട് ഇത് നമ്മുടെ അവിടെയൊക്കെ ഭയങ്കര ട്രെൻഡായിട്ട് ഇറങ്ങിയൊരു സാധനമായിരുന്നു, ഈ കാറിലൊക്കെ വെക്കുന്ന. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചും കൂടി വൈകുന്നേരമായിട്ട് വരികയാണെന്ന് വെച്ചാൽ ഈ കാണുന്ന റോഡിൽ ഫുള്ള് കടകളായിരിക്കും. ഇവരിങ്ങനെ ഇറക്കി കെട്ടിയിട്ടുണ്ടാവും. നൈറ്റത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം കടകളുണ്ടെന്ന്. ഇപ്പം അത്രയും ഇല്ല, കാരണം വരുന്നേ ഉള്ളൂ. സൺഡേ ഒക്കെ ആണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ശേഷം തന്നെ നമുക്കത് തുടങ്ങും. ഇത് നമ്മൾ 10 ഉറുപ്പിയുടെ സാധനങ്ങളിൽ ഒരു കടയിൽ പോയതാണ്. 10, 20, 30 അങ്ങനെ ചെറിയ പൈസ. അവിടുന്ന് പിന്നെ വീഡിയോ എടുക്കാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അവിടെ എല്ലാവരും തല താഴ്ത്തി പിടിക്കുന്നുണ്ടായിരുന്നു. അവർ വീഡിയോ എടുക്കരുതെന്നും പറഞ്ഞില്ല, പക്ഷെ നമ്മൾ അവരുടെ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ. പിന്നെ ഞങ്ങളൊരു കടയിൽ പോയിട്ട് ജീൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. മെയിൻലി ജീൻസ്, കുറച്ച് പാൻസ്, ടോപ്പ് അങ്ങനെയൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ്. അത് കഴിഞ്ഞു ഞങ്ങൾ മെല്ലെ അവിടുന്ന് റിട്ടേൺ പോയി. ഒരു 3-4 ബാഗൊക്കെ ഉള്ള സെറ്റപ്പ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റിംജിൻ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. അവിടെ വേറെയും കുറേ ഉണ്ട്, ബർഗർ, പിസ്സ എല്ലാം ഉണ്ട്. പക്ഷേ ഈ സാൻഡ്വിച്ച് ഭയങ്കര സ്പെഷ്യലാണ്. അതിൻ്റെ തന്നെ വേറെ സ്പെഷ്യൽ മെനു ഒക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ, എന്നെ പോലത്തെ ഒരാൾക്കൊന്ന്. അപ്പം ഞങ്ങൾ ഒന്ന് ഓർഡർ ചെയ്തിട്ട് 2 പേരും കൂടി കഴിച്ചു. ഇതിന് 160 റുപ്പീസാണ്. കിടിലൻ സാധനമായിരുന്നു മോനെ, അടിപൊളിയായിട്ട് കേട്ടോ, ഒന്നും പറയാനില്ല, വർത്ത് പവർ മണിയായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ മെല്ലെ തിരിച്ച് നടക്കാൻ പോവാണ്, ഞങ്ങൾക്ക് ബസ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ പോണ വഴി ഫുള്ള് ഫുഡ് കോർട്ട് കേട്ടോ, നല്ല കിടിലം ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.